മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തിന് മാതൃകയായി വൈജ്ഞാനികമായും എല്ലാ അർത്ഥത്തിലും മുന്നേറി നിൽക്കുന്നത് ഈ സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരൊറ്റ മുന്നേറ്റം കൊണ്ട് മാത്രമാണ്. സമസ്ത രൂപീകരിക്കപ്പെട്ട് തൊട്ടുപിറ്റത്തെ വർഷം 1927 താനൂരിൽ വെച്ച് സമസ്തയുടെ ഒന്നാമത്തെ സമ്മേളനം ഫെബ്രുവരി 27 നടക്കുമ്പോൾ അതിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം സമസ്തയ്ക്ക് സമൂഹത്തോട് സംവദിക്കാനും ദീനീവിരുദ്ധമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാനും ഒരു മാധ്യമം ആവശ്യമാണെന്നും അൽബയാൻ എന്ന പേരിൽ പത്രം തുടങ്ങണമെന്നുമായിരുന്നു. നമ്മുടെ നേതാക്കളുടെ കഠിനമായ യജ്ഞത്തിൻ്റെ ഭാഗമായി 1929 ഡിസംബർ മാസത്തിൽ തന്നെ അൽബയാൻ എന്ന പത്രം കേരളത്തിൽ പ്രസിദ്ധീകൃതമാകുന്നു. എന്തിനാണ് ആ ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പ്രഥമലേഖത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പലപ്പോഴും അത് വായിച്ചിട്ടുണ്ടാവും. ഈ സമൂഹം എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുന്ന ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ആത്മാവിനെയും ഈമാനിനെയും ആദർശത്തെയും ചൂഷണം ചെയ്യാൻ പലരും ഇറങ്ങിപ്പെടുമ്പോൾ അവരൊക്കെ വായനയും എഴുത്തും ഇതിന് മാധ്യമമാക്കുമ്പോൾ പ്രതിരോധിക്കാൻ നമുക്കിത് ആവശ്യമാണെന്ന് പ്രഥമലേഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് സാഹിത്യരംഗത്തുള്ള മഹാവിപ്ലവങ്ങൾ നമ്മൾ പഠിക്കുക.